Hi friends, welcome back. Samsung fans ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന S23 FE എന്ന ഫോണിന്റെ ലോഞ്ച് ഇവന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് അതിലേക്കാണ് വന്നിരിക്കുന്നത്. ഡൽഹിയിലാണ് ഞാൻ നിൽക്കുന്നത്. സോ എന്തൊക്കെയാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നത്, എങ്ങനെയുണ്ട് S23 FE എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് റിവ്യൂ വേറെ രണ്ട് ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ചെയ്യാം. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സാംസങ് ഗാലക്സി S23 FEയുടെ യൂണിറ്റും കൈപ്പിടിച്ചുകൊണ്ടാണ്. ഇത് അതിൻ്റെ എക്സ്പീരിയൻസ് സോണാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ യൂണിറ്റുകളിൽ എല്ലാ കളറുകളുണ്ട്, എല്ലാം വിശദമായിട്ടൊന്ന് കാണാം. കംപ്ലീറ്റ് ആയിട്ടും മാറി. S21 FE എന്ന ഫോൺ കയ്യിലുള്ളവർ അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് പ്ലാസ്റ്റിക് ബാക്കൊക്കെയുള്ള ഒരു സാധാരണ ഡിസൈനുള്ള ഫോണായിരുന്നു. ബട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ സാംസങ് ഗാലക്സി S സീരീസിലെ S23യുടെ അതേ ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നു. റിയർ സൈഡിൽ പ്ലാസ്റ്റിക് അല്ല, ഇത്തവണ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഫ്രെയിം ആണെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഡിസൈൻ വൈസ് കംപ്ലീറ്റ് അപ്ഗ്രേഡ് ആണ് ഈ ഒരു ഫോണിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്, അലുമിനിയം ഫ്രെയിം ആണ്. സോ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി സ്ട്രോങ് ആയ ഫോണുകളാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ 120 ഹെർട്സിന്റെയാണ്. ബ്രൈറ്റ്നസ് 1450 നിറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സൈഡിലെ ബെസിലുകളൊക്കെ ഒരു ഇച്ചിരി കട്ടി കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിൽ ഒരു പുരോഗതിയും ഇല്ല. 25 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് അവർ വിളിക്കുന്ന ആ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് വെച്ചിരിക്കുന്നത്. ചാർജറൊക്കെ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചോളണം. ഇനി ഇതിന്റെ പെർഫോമൻസ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4 നാനോമീറ്റർ ടെക്നോളജി, അതായത് 4nm പ്രോസസ് ടെക്നോളജിയിൽ വരുന്ന Exynos 2200 ആണ്. പെർഫോമൻസ് കണ്ട മിന്നുന്ന പെർഫോമൻസ് ആണ്, യാതൊരു പ്രശ്നവുമില്ല. വളരെ സ്മൂത്ത് ആണ്. പക്ഷേ എത്ര സ്മൂത്ത് ആയാലും നിങ്ങളിത് എടുക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ടത്. പിന്നെ മാത്രമല്ല ഈ ഒരു ഡിവൈസിൽ റേ ട്രേസിംഗ് പോലുള്ള സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി അങ്ങോട്ടുള്ള ഗെയിമിംഗ് തലമെന്ന് പറയുന്നത് അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. കാരണം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അടുത്ത സമയങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിലും ഈ സംവിധാനങ്ങളൊക്കെ വരികയാണ്. സോ നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണിലെ അതേ സംഭവങ്ങൾ ഒരുവിധം എല്ലാം ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സീരീസിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. എന്തായാലും ക്യാമറയിൽ OIS, VDIS തുടങ്ങിയ സ്റ്റെബിലൈസേഷൻ സംവിധാനങ്ങളുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മെയിൻ ക്യാമറയൊക്കെ 50 മെഗാപിക്സലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് 8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും കൊടുത്തിരിക്കുന്നു, വിത്ത് 3x സൂം അടക്കം. സോ മൊത്തത്തിൽ ക്യാമറ ക്വാളിറ്റി വൈസും കാര്യമായ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോയിൽ വരും. പിന്നെ ഇതിൻ്റെ UI നോക്കിയാൽ One UI 5.1 മോസ്റ്റ് റിഫൈൻഡ് UI ആണ്. അതിൽ ഒരു തർക്കവുമില്ല. ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെയൊക്കെ ഒപ്പം അവർ സാംസങ്ങിൻ്റെ ടാബ്, അത് ഫാൻ എഡിഷൻ ടാബുകൾ S9 FE ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബഡ്സ് FE ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ നിന്നൊന്ന് ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം ഇതൊക്കെ നല്ല രീതിയിൽ സിങ്കായിട്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളവിടെ കണ്ടു. സോ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാം. അപ്പോൾ പറയാം അതിനെക്കുറിച്ചൊക്കെ. 8GB RAM 128GB സ്റ്റോറേജ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. അതിനിപ്പോൾ ഓഫറിൽ 49,999 ആണ്. ആ ഒരു വിലയ്ക്ക് കാണുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ന്യൂ എക്സ്പീരിയൻസ് S21 FE ഉപയോഗിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് തരാൻ ഈ ഫോണിന് സാധിക്കും. സോ 50,000 രൂപയ്ക്ക് നന്നായിട്ട് തോന്നി. എന്നാൽ 60,000 രൂപ എന്ന് പറയുന്നതിൻ്റെ ശരിയായ പ്രൈസിലേക്ക്, ഓഫർ ഇല്ലാത്ത പ്രൈസിലേക്ക് വരുമ്പോൾ അത്ര ഒരു അടിപൊളി അല്ലെങ്കിൽ കൊടുക്കുന്ന കാശിന് മുതലാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. പക്ഷേ ഇതൊക്കെ ഫാൻ എഡിഷൻ ആണ്. അപ്പം നിങ്ങളാണ് പറയേണ്ടത് ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം. സോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ പത്രമാണ് സാംസങ് S21 FEയുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന സംഗതി. ഉപയോഗിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.